ഷിബു പറയട്ടെ. ആ 1,00,000 പാട്ടുകളിൽ നിന്ന് ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയുടെ കാരണമായി ഈ ഒരു പാർട്ടിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പതാ അതിനെതിരെ കേസ് കൊടുത്തു. എനിക്കൊരു അത്ഭുതമില്ല. ഇവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു എന്ന്. ആഗോള അയ്യപ്പ സംഗമം ഒരു സർക്കാർ പരിപാടിയാണ്. അതിനകത്ത് ഇല്ലന്റിന്റെ സൈഡിൽ പണ്ട് നമ്മൾ ഈ സ്റ്റാമ്പ് ഒട്ടിക്കുമല്ലോ നിഷാദ് റാവുത്തറെ, ഈ സ്റ്റാമ്പ് ഒട്ടിച്ച പോലെയാണ് അയ്യപ്പന്റെ പടം. അയ്യപ്പന്റെ പടത്തിന്റെ 10 മടങ്ങ് വലുപ്പത്തിലാണ് കേരള മുഖ്യമന്ത്രിയുടെയും VN വാസവന്റെയും പടം ഇവിടെ വെച്ചത്. ആ ശബരിമലയിൽ നിന്നാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഹരിവരാസനം പാടി ഭഗവാനെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ദ്വാരപാലകന്മാരുടെ അനുവാദം വാങ്ങി മണി അടിച്ചിട്ട് ഭഗവാന്റെ ഗർഭഗൃഹത്തിലേക്ക് പള്ളിയറയിലേക്ക് തന്ത്രിക്ക് കയറാൻ അനുവാദമുള്ളൂ. ഈ ഹരിവരാസനം പാടി ഭഗവാൻ കിടന്നുറങ്ങുമ്പോ അവിടുത്തെ ഈ ദ്വാരപാലകന്മാര് അവരിയ്ക്കുന്ന പീഠം, മേൽക്കൂര, ലോഹദണ്ഡ് എല്ലാം കൂടി അടിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത കേരളം കേട്ടാൽ CPM രാഷ്ട്രീയമായി അതിന്റെ കാവൽക്കാരനായി അവിടേക്ക് നിയോഗിച്ച M പത്മകുമാർ എന്ന CPM നേതാവിനെ അറസ്റ്റ് ചെയ്താൽ VS ശിവകുമാർ എന്ന് പറയുന്ന അനിയന് വേണ്ടി പിന്നെ എന്താണ് VS ശിവകുമാർ മറുപടി പറയണല്ലേ? എന്നാ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയ ആളുടെ മൂക്കിന് താഴെ ഈ കാട്ടുകൊള്ള നടത്തിയിട്ട് അയാൾ ജയിലിലാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിക്കൂടെ എന്ന ചോദ്യത്തിന് നിങ്ങൾ മാന്യമായ മറുപടി പറയാതെ വന്നപ്പോഴാണ് ശബരിമലയിലെ വിശ്വാസികൾ, അയ്യപ്പനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ വിവാദമാണ്. അതിന് ഞങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നിങ്ങൾ നടത്തിയത് രാഷ്ട്രീയ നിയമനങ്ങളായിരുന്നു. അവരാണിപ്പോ ജയിലിൽ കിടക്കുന്നത്. അത് ഇനിയും പറയും. ഇത്തരം കേസെടുക്കലുകളിലൂടെ അത് നിശബ്ദരാക്കി കളയാമെന്നാണ്. നമ്മളിപ്പോ ചലച്ചിത്രമേളയിൽ 1-2 സിനിമയുടെ പ്രദർശനാനുമതി കേന്ദ്രം നിഷേധിച്ചിട്ട് കേരളം ഒറ്റക്കെട്ടായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറക്കെ ഈ രാജ്യത്തോട് സംസാരിക്കുന്ന സമയത്ത് ഒരു സൈദ്ധാന്തിക ഭാരവുമില്ലാതെ വലിയ വലിയ വരികളൊന്നുമില്ലാതെ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു സാധാരണക്കാരൻ എഴുതിയ വരികളെ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാനേതാവിന് ഭയമാണെന്ന് വന്നാൽ അദ്ദേഹം ചെറുതാവാണെന്ന് ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിയിൽ ആളുകളില്ലാതെ പോകുന്നതാണ് പ്രശ്നം. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ എങ്ങനെ പ്രതികരിക്കുന്നു?